എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും രേണുസുതിയാണ് വിഷയം. ഞാൻ ഡിസ്ക്ലൈമർ വെക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. കണ്ടിട്ട് പിന്നെ വന്നിട്ട് നിനക്ക് വേറെ ജോലിയില്ലടാ, നിനക്ക് രേണുവിൻ്റെ പുറകെ നടക്കാൻ നാണോ ഇല്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്. പറയേണ്ട വിഷയങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റൂ. ഇവർ ഈ വിഷയം അവസാനിപ്പിക്കുന്നവരെ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റു ചാനലുകളുടെ മുന്നിൽ ഒരു കോമാളി കഥാപാത്രമാകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് സംസാരിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ നമ്മുടെ അച്ഛൻ്റെ ബിഷപ്പിൻ്റെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ കുറച്ച് ക്ലാരിറ്റിയും കൂടി വരുത്താനുണ്ട്. ആ കാര്യം കൂടി ഇതിനകത്ത് സംസാരിക്കാനുണ്ട്. സോ എൻ്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും രേണുസുതിയെ പോലെ ആകാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ക്രാഷ് കോഴ്സ് രേണുസുതി നടത്തുന്നുണ്ട്. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാം? ഇതാണ് ആ ക്രാഷ് കോഴ്സ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകേണ്ടത്? ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഓക്കെ, കുറച്ച് ക്ലാരിറ്റിയും പിന്നെ രേണുവിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു വെളിപ്പെടുത്തലും ഒക്കെ കൂടി ചേർന്ന്, പിന്നെ രേണുവിൻ്റെ ഒരു ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു 2-3 ബൈറ്റ്, ഇതൊക്കെ ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് ആദ്യം രേണുവിൻ്റെ കൂട്ടുകാരിയുടെ വിഷയത്തിലേക്ക് വരാം. രേണുവിൻ്റെ കൂട്ടുകാരി എന്ന് പറയുമ്പം നമ്മുടെ സജീനയോ അല്ലെങ്കിൽ ശ്രീതോ ഒന്നുമല്ല. എനിക്ക് ആ കുട്ടിയുടെ പേര് ലച്ചു എന്നാണ്, അങ്ങനെ എന്താണ് തോന്നുന്നത്. മുൻപൊരു ഷോർട്ട് ഫിലിമിൽ രേണുവിനോട് അഭിനയിച്ച കുട്ടി, ഒരു പോലീസ് വേഷമൊക്കെ ധരിച്ച് വന്നൊരു കുട്ടിയാണ്. രേണുവിൻ്റെ കയ്യിൽ വിലങ്ങ് കിട്ടിക്കൊണ്ട് പോകുന്നൊരു പെൺകുട്ടിയുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതേ അല്ല. ഇപ്പോൾ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുകയാണ്. 2-3 ചാനലുകാരെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുക. അത് തീർച്ചയായിട്ടും അതിനുള്ള ആൻസർ ഞാൻ തരുമായിരിക്കും. പിന്നെ 2-3 പേര് ചാനൽ ഏതാന്ന് ചോദിക്കണ്ട, 2-3 ചാനലുകാരെന്നെ വിളിച്ച് രേണു ചേച്ചി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് കുറ്റം പറഞ്ഞെന്നൊക്കെ ഞാൻ കേൾക്കണേ. സോ ഞാൻ പറയാം, ചേച്ചിക്കായാലും ആർക്കായാലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സോ അത് ഡയറക്റ്റായിട്ട് പറയുക. അപ്പം അതിനുള്ള ആൻസർ ഞാൻ തരും. വെറുതെ മൂക്കി ഇങ്ങനെ പിടിച്ച് ചുറ്റി പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതാരായാലും, അതിപ്പോൾ എൻ്റെ ആരാണെങ്കിൽ തന്നെ. അല്ല മോളെ, ഇത് നിനക്ക് രേണുവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? രേണു ചേച്ചി അല്ല, ആരായാലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി. വളഞ്ഞു ചുറ്റി മൂക്ക് പിടിക്കേണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അടിച്ചു പിരിഞ്ഞോ? ഒരു സംശയം. കാരണം അടയും ചക്കരയും തേനും പാലൊക്കെ ആയിരുന്നല്ലോ. രേണു ആരുടെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ഏതോ മീഡിയക്കാരൻ ഇല്ലേ. നിങ്ങൾ ഈ പറയുമ്പോൾ മീഡിയക്കാരുടെ പേര് പറയാത്തുണ്ടോ? പേര് പറഞ്ഞാൽ എന്താ, നാളെ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കാനോ വിളിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ? ആ മീഡിയക്കാരൻ പറഞ്ഞത്രേ രേണു ഈ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു. സോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. അവിടെയാണ് എൻ്റെ ചോദ്യം, ഇത് രേണുവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് സോഷ്യൽ മീഡിയ ഇതൊക്കെ എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത്? അല്ല, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രേണുവുമായിട്ട് ഈ കുട്ടിയും ജഗടയായി. ഇനി നമ്മുടെ സജീനയും ശ്രീതുവും ഈ വീഡിയോ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ പേര് രേണു മറന്നു പോയിരിക്കുന്നു. നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ? കണ്ടുനോക്കാം. ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ രേണുവിന്റെ ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര വിവാദം വന്നാലും നമുക്ക് ഒരാളെങ്കിലും കാണും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. എന്റെ കരിഷ്മ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് കരിഷ്മയോ? കുറച്ചുനാൾ മുൻപ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സജീന ചേച്ചി, സജീന വ്ളോഗ്സ് ചേച്ചിയാണ് എനിക്ക് വീഡിയോകളൊക്കെ അയച്ചു തരുന്നത് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് മാറിയോ? കരിഷ്മയായോ? സജീന ഇനി പറയുന്നുണ്ടാവും അല്ലേ പേര്? ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, 12 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി 32, ഇനി ഒരു 20ഓളം സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയും ഈ പറയുന്ന സജീനയുടെയോ ശ്രീതുവിൻ്റെ ഒക്കെ പേര് പറയുമായിരിക്കും. കേട്ടോക്കാം. എന്റെ മാനേജർ നല്ല ധൈര്യം എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ. അതുപോലെ എന്റെ സ്വന്തം ചേച്ചി, അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അവർ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ് ഞാൻ. എന്നെ വെച്ചിട്ട് മോശം അവസ്ഥയല്ലല്ലോ അവർക്കുണ്ടാകുന്നത്. അവിടെയും സജീനയുടെയും ശ്രീതുവിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവർ വെറും ഫ്രണ്ട്സ് ആയി മാറിയോ? അങ്ങനെ ആയിരിക്കും അല്ലേ? കാരണം ഇന്ന് ശ്രീതുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. രേണുവുമായിട്ടൊന്നും അടിച്ചു പിരിഞ്ഞിട്ടില്ല. ഡാനിക്കും അതുലിനും കൊടുക്കുന്ന റിപ്ലൈ ആണ് വന്നത്. അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കൂട്ടുകാരാകുമ്പോഴേക്കും എല്ലാം ഒന്നും അങ്ങോട്ട് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും എല്ലാവരുടെയും പ്രൈവസികളില്ലേ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ആർക്കൊക്കെയോ അറിയാം എന്നുള്ള ലെവലിലാണ് ശ്രീതു സംസാരിച്ച് വെക്കുന്നത്. പക്ഷേ ഇവരിൽ അവരുടെ പേര് വിട്ട് കളഞ്ഞത് വളരെ മോശമായിപ്പോയി. രേണു സ്ഥിരം പരിപാടിയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അത്രയും കൂടെ നിന്ന 2 സുഹൃത്തുക്കൾ അവരുടെ പേര് മറന്നിട്ട് കരിഷ്മ
ആണ് എല്ലാമായ ഫ്രണ്ട് അല്ലെങ്കിൽ ചങ്ക് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എൻ്റെ സ്വന്തം ചേച്ചിന്ന് എടുത്തു പറയുകയും ചെയ്തു. ഓഫ് കോഴ്സ് മറ്റവരെ മറന്നിട്ടല്ലേ, അവരെ വെറും ഫ്രണ്ട്സിൽ ഒതുക്കി. അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു വെച്ച് സംസാരിക്കാൻ വിചാരിച്ചത്. സജീന കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് സജീനയാണ്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രേണുവിന് വേണ്ടി വാദിച്ചിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. വീഡിയോകളിൽ കൂടിയാണെങ്കിലും കമൻറ്റുകളിൽ കൂടിയാണെങ്കിലും രേണുവിന് വേണ്ടി ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ളത് സജീനയായിരിക്കും രേണുവിന് വേണ്ടി. അവരുടെ സ്വന്തം പേര് പോലും മാറ്റി അവർക്ക് കേൾക്കേണ്ടി വന്നത് രേണു കാരണമാണ്. ഞാൻ പോലും അവരെ മാറ്റി വിളിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വിഷമമുണ്ട് വിളിച്ചതിൽ, പക്ഷേ നിവർത്തികേടുകൊണ്ട് വിളിച്ചതാണ്. കാരണം രേണു എന്താണെന്ന് തിരിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം, അവരൊരിക്കലും നേരെ ആവാൻ പോകാത്തൊരു വ്യക്തിയാണ്. ഇവരിങ്ങനെ പോകത്തുള്ളൂ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നെഗറ്റീവ് പബ്ലിസിറ്റി യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ വന്ന് വെളുപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? പക്ഷേ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ദേവേ അങ്ങനെ വിളിക്കുന്ന ശരിയല്ല, കാരണം സജീന ആകെ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് രേണുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, അതുകൊണ്ട് ആ പേര് ഇനി വിളിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വാക്ക് അംഗീകരിക്കുന്നു. ഞാൻ അതോടെ ആ പേര് വിളി നിർത്തി. സജീന മനസ്സിലാക്കേണ്ട കാര്യം, രേണുവിന് അങ്ങനെ ശാശ്വതമായിട്ടൊന്നുമില്ലെന്നുള്ളതാണ്. രേണു കുറച്ച് നാൾ ഒരാളെ പൊക്കിക്കൊണ്ട് നടക്കും, അത് കഴിയുമ്പോൾ നേരിട്ട് പേന്ന് താഴെ ഇടും. അത് രേണുവിൻ്റെ ഒരു നേച്ചറാണ്. നമ്മൾ കണ്ടുവന്ന കാഴ്ചകൾ അങ്ങനെയാണ്. രേണുവിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും രേണു തള്ളി പറഞ്ഞ ചരിത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ നോക്കാം ഓരോരോ ആളുകളെ കുറിച്ച്. നിങ്ങൾ തള്ളി പറഞ്ഞെന്ന് ചോദിച്ചാൽ തള്ളി പറഞ്ഞിട്ടില്ല, എന്നാൽ തള്ളി പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം വെറും ഫ്രണ്ട്സിൽ ഒതുക്കി നിങ്ങളെ. അതിനകത്ത് നിങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല, കാരണം അവിടെയും പേര് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇതുവരെയും ഏത് വീഡിയോ വന്നാലും അതിനകത്ത് സജീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും, ശ്രീതുവിൻ്റെയും സജീനയുടെയും പേര് പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് രേണുവിൻ്റെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി എൻ്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ആരോഗ്യം വെച്ചിട്ട് തൊഴിലുറപ്പ് പറ്റത്തില്ല. പകരം സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളിക്കാനും തുള്ളി കളിക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. തൊഴിലുറപ്പിൻ്റെ പണി മാത്രം എന്തോ ഒരു ഭയങ്കര ഭാരപ്പെട്ട പണിയാണ് രേണുവിനെ സംബന്ധിച്ച്. എന്ത് ജോലി ചെയ്തും ജീവിച്ചോട്ടെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്തും ജീവിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് ഇട്ട് തരുവാണ്, നിങ്ങളും കഞ്ഞി കുടിച്ച് പോകണം. സ്വയം നാറിക്കൊണ്ട് കുപ്രസിദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ചീപ്പായിട്ടുണ്ട്. രേണുവിനെ താങ്ങുന്ന കുറേ ടീമുകൾ ഇപ്പോൾ വരും താഴെ. നെവർ മൈൻഡ്, കാരണം പറയേണ്ടത് പറഞ്ഞേ പറ്റുള്ളൂ. ഇനി രേണുവിനെ വിറ്റല്ലേ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെ ആണ്. രേണുവിന് നാട്ടുകാരെ വിൽക്കാമെങ്കിൽ രേണു നാട്ടുകാരെ വിറ്റല്ലേ ജീവിക്കുന്നത്, നമുക്ക് രേണുവിനെ വിൽക്കാം, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ കുറ്റം പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി ഇറക്കി കഴിഞ്ഞാൽ ഈ എന്നെ വച്ചെന്ന് പറയുന്നത് വെക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന രേണു തന്നെ അല്ലേ. എന്നും രാവിലെ വന്നിട്ട് എന്തെങ്കിലും വായി തോന്നി വിളിച്ചെങ്കിൽ പറയും. ഇത് കാണുന്നതിനൊരു പരിധിയില്ലേ? ആൾക്കാർ എന്ത് ചെയ്യും? എടുത്തിട്ട് അങ്ങോട്ട് കമന്റ് ബോക്സ് അലക്കും. രേണു തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ട് രേണുവിന്റെ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ കൂടുന്നു. ആ കോപ്രായം കോമാളിത്തരം കാണാൻ താല്പര്യമായിട്ട് കാണുന്നതല്ല. രേണുവിനെ എത്രമാത്രം ആൾക്കാർ തെറി പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്, അല്ലെ രേണുവിനെ എത്രമാത്രം ആൾക്കാർ കളിയാക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് രേണുവിന്റെ വീഡിയോ ഇടുമ്പോൾ കാഴ്ചക്കാർ കൂടുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് രേണുവിന്റെ വീഡിയോ കാണാൻ താല്പര്യത്തോടെ വരുന്ന ആൾക്കാരല്ലത്. കഴിഞ്ഞൊരാഴ്ച കൊണ്ട് രേണുവിന്റെ വീഡിയോ വരുന്ന കമന്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും എത്രമാത്രം മലയാളികൾ രേണുവിനെ വെറുക്കുന്നു എന്നുള്ളത്. ലോകത്ത് ഇന്നേ വരെയും ഒരു മലയാളിയും ഇത്രയധികം വെറുത്തിട്ടുണ്ടാവില്ല. അത് രേണു മാത്രമേ മനസ്സിലാക്കാതെ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായി. രേണു മാത്രം അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. ആ മറ്റേ വീഡിയോകളൊന്നും ഞാൻ വയ്ക്കുന്നില്ല. എന്തോ വടയോ പരിപ്പ് വടയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടു. ഒരു മാതാവും ഒരു അമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണൊക്കെ. ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നിങ്ങൾ? പ്രസവിച്ചൊരു കുഞ്ഞുണ്ട്, നിങ്ങൾ വളർത്തുന്നൊരു കുഞ്ഞുണ്ട്, വളർത്തുന്നു നിങ്ങൾ പറയുന്നൊരു കുഞ്ഞ്, 2 മക്കളുടെ അമ്മയാണ് നിങ്ങൾ. അങ്ങനെ ഒരു സ്ത്രീ ഒരിക്കലും പബ്ലിക്കിൽ വന്ന് സംസാരിക്കാത്ത രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇതിങ്ങനെ പോവും. ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ മീഡിയാസ് എന്ന് മുതൽ ഇവരുടെ വീഡിയോ പബ്ലിക്കിലേക്ക് ഇടാതിരിക്കുമോ അന്ന് വരെയും ഇതിങ്ങനെ പോകും. നമ്മളെ കാണുന്ന പ്രേക്ഷകർ എതിർക്കേണ്ടത് ഈ ഓൺലൈൻ മീഡിയകളെയാണ്. നിങ്ങൾ തെറി പറയേണ്ടത് ഓൺലൈൻ മീഡിയകളെയാണ്. ഇവരുടെ വീഡിയോകൾ ഇടാതിരിക്കുമോ ഇവരുടെ ഈ പരിപാടി അവിടെ അവസാനിക്കും. അല്ലാതെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല കുറ്റം പറയേണ്ടത്. ഞങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഈ സജീനയ്ക്കായിക്കോട്ടെ ശ്രീധുവിനായിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ രേണുവിനത് മനസ്സിലാവണമെങ്കിൽ ഈ ഓൺലൈൻ മീഡിയകൾ വീഡിയോകൾ ഇടാതിരിക്കണം, രേണുവിൻ്റെ വീഡിയോകൾ ഇടാതിരിക്കണം. അതിന് തടസ്സം നിൽക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ രേണുവിൻ്റെ ഈ കുന്തല ഇപ്പോൾ അവസാനിക്കും. അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോ നിർത്തിയാലും ഇത് അവസാനിക്കത്തില്ല. ബാക്കിയൊക്കെ മുഴുവനും മുക്കിലും മൂലയിലും അല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനിതിനെ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്. സോ
മുക്കിന് മൂലയിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. സന്തോഷം. എന്താ അഭിമാനം അല്ലേ, എന്താ ആത്മാഭിമാനം, നല്ലതാ, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ ഇതാണ് രേണുവിൻ്റെ ഇന്നത്തെ പുതിയ വിഷയം എന്ന് പറയുന്നത്. രേണുവിനെ വെച്ചാണ് എല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നത്, രേണുവിനെ വെച്ച് എല്ലാവരും കാശുണ്ടാക്കുന്നു, രേണു നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്. രേണു ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി രേണു ഉണ്ടാക്കുന്ന വിവാദങ്ങൾ, മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ, അല്ലെങ്കിൽ രേണുവിന് ഉത്തരം പറയാൻ പറ്റുന്ന ലെവലിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു. ഇപ്പം ചോദ്യം ചോദിക്കുന്ന ആളുടെ വോയിസ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണ് വന്നേക്കുന്നത്, മറ്റവനെ മാറ്റിയും തോന്നുന്നു. കാര്യം നമ്മളൊക്കെ എടുത്ത് വെച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ അവനെ മാറ്റിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചേക്കാം, വേറൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ട്, വേറൊരു ചാനലാണെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചേക്കാം. അപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട്, അത് പിന്നെ അവന് ലീവ് കൊടുത്താണെന്ന് അറിയത്തില്ല. റെസ്റ്റ് വേണമല്ലോ, രാവെന്ന് പകർന്നില്ലാണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മടുപ്പുണ്ടാവും. അപ്പോൾ റെസ്റ്റ് വേണം, പുതിയ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ചോദ്യം രേണു കൊടുക്കുന്ന ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇമാതിരി ചോദ്യങ്ങൾ തന്നെ ഇവരുടെ മുമ്പിൽ വരില്ലല്ലോ. ഇവരുടെ വർക്കിനെ കുറിച്ച് ചോദിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇവർ ചെയ്യാൻ പോകുന്ന വർക്കോ ചെയ്ത വർക്കോ അടുത്ത ആൽബം ഏതാണെന്നോ ഇതൊന്നും ചോദ്യങ്ങളിൽ വരാറില്ല. എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇവരുടെ മുന്നിൽ വരുന്നത്. ഓഫ് കോഴ്സ് ആ ചോദ്യങ്ങൾ ഇവർ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, എനിക്ക് യാതൊരു സംശയവും വേണ്ട. ഇവർ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യം ചോദിക്കണം, ഞാൻ ഇങ്ങനെ പറയും മറുപടി. കാരണം ഈ ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണ പെട്ടെന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, നമ്മളൊന്ന് ആലോചിക്കും അല്ലെങ്കിൽ പകച്ചു നിൽക്കും, എന്താണ് ഈ ചോദിക്കുന്നത് ഓർത്തിട്ട്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി വരുന്നുണ്ട്. അതിനർത്ഥം ഇവർ പ്രിപ്പയർഡാണ്, ഉത്തരം പറയാൻ പ്രിപ്പയർഡാണ്. ആ ഉത്തരം പബ്ലിക്കിലേക്ക് പോകുമ്പോൾ നെഗറ്റീവായിട്ട് മാറണം, അത് കുറേ പേരെടുത്ത് വെച്ച് സംസാരിക്കണം, അത് അവരുടെ ആവശ്യം അതാണ്. സോ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് അച്ഛൻ്റെ വസ്തു വിറ്റ് പോകാത്തതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ ആ നാട്ടിൽ പറഞ്ഞു പരത്തിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് കേസിൽ കിടക്കുന്ന വസ്തുവാണെന്നാണ്. അതുകൊണ്ട് വിൽക്കാൻ പറ്റില്ല, കേസിൽ കിടക്കുന്ന വസ്തു ആയതുകൊണ്ട് വിൽപ്പന നടക്കത്തില്ല എന്നാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വസ്തുവിൽ യാതൊരു കേസും ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ കേസിൽ കിടക്കുന്ന വസ്തു ആയിരുന്നുവെങ്കിൽ കിച്ചുവിനും ഋതപ്പനും ആ വസ്തു ഇഷ്ടദാനമായിട്ട് ബിഷപ്പിന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കേസിൽ കിടക്കുന്ന വസ്തു ഒരിക്കലും ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസും കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇപ്പോഴും രേണുസുതിയും ഫാമിലിയും അതിന് കരമടയ്ക്കുന്നുണ്ട്, കരമടച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ കിടക്കുന്ന വസ്തുവിന് എങ്ങനെയാണ് കരമടയ്ക്കുന്നത്? പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കേസിൽ കിടക്കുന്ന വസ്തു അല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും പറഞ്ഞു വരുത്തുന്നത് അത് കേസിൽ കിടക്കുന്ന വസ്തുവാണ്, അത് വിൽക്കാൻ പറ്റത്തില്ല, അവിടെ പോയി വസ്തു വാങ്ങിച്ചാൽ നാളെ തലവേദനയാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആകെ ഒരു തലവേദന ഈ ഒരു ഫാമിലി മാത്രമാണ്. പക്ഷെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അല്പം കാര്യപ്രാപ്തിയുള്ള, ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് തിരിച്ച് പറയാൻ പറ്റുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ആ ഏരിയയിൽ വീട് വെക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എനിവേ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ബിഷപ്പോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. ദൈവം ഒരു രക്ഷയില്ല, വസ്തു വിറ്റ് പോകുന്നില്ല, വരുന്നവർ പോലും മാറിപ്പോവാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.